GLC വേഴ്സസ് പ്രൈവറ്റ് ലോ കോളേജ്. ഇനിയുള്ള ഏറ്റവും മെയിൻ ക്വസ്റ്റ്യൻ ആണ്, GLC ഗവൺമെന്റ് ലോ കോളേജുകളിൽ പൊളിറ്റിക്സ് ഉണ്ടോ? എങ്ങനെയുണ്ട് ശരിക്കും GLC ലൈഫ്? എങ്ങനെയുണ്ട് ഗവൺമെന്റ് ലോ കോളേജ് ലൈഫ്? അപ്പൊ നമ്മൾ ഒരുമിച്ച് ലോ കോളേജിനെ പറ്റിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ പോവാണ്. സോ ലെറ്റ്സ് ഗോ. GLC ഗവൺമെന്റ് ലോ കോളേജുകളിൽ പൊളിറ്റിക്സ് ഉണ്ടോ? ഓഫ് കോഴ്സ് പൊളിറ്റിക്സ് ഉണ്ട്. അത് കോഴിക്കോട് മാത്രമല്ല, എല്ലാ ലോ കോളേജുകളിലും ഗവൺമെന്റ് കോളേജുകളിലും പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് ഉള്ളതിന്റെ നല്ല വശവും ചീത്ത വശവും നമ്മുടെ കോളേജിലുണ്ട്. പൊളിറ്റിക്സ് ഉള്ളതെന്ന് വെച്ചാല് നമുക്ക് കുട്ടികളാണ് അവിടുത്തെ പരിപാടികളൊക്കെ നടത്തുന്നത്. അത് വലിയൊരു കാര്യമാണ്. ഭയങ്കര എക്സ്പോഷർ കിട്ടും പല കാര്യങ്ങൾക്കും. ഫൈനാൻസ് ആയാലും ഓർഗനൈസിങ് ആയാലും ആൾക്കാരുമായിട്ടുള്ള നമുക്കിവിടെ ഒരുപാട് അലുമിനീസും അതുപോലെ തന്നെ എന്താ പറയാ നല്ല ഗസ്റ്റ് ഒക്കെ പുറത്തുനിന്ന് അപ്പൊ അവരായിട്ടുള്ള ഇന്ററാക്ഷൻ അങ്ങനെ ഒരുപാട് എക്സ്പോഷർ. പൊളിറ്റിക്സ് എല്ലാ ഗവൺമെന്റ് കോളേജിലും പൊളിറ്റിക്സ് ഉണ്ട്. പ്രൈവറ്റ് കോളേജിൽ അങ്ങനെ പൊളിറ്റിക്സ് ഉണ്ടെന്ന് കേട്ടിട്ടില്ല. അപ്പൊ അതിന്റേതായ പ്രശ്നങ്ങളും നല്ല കാര്യങ്ങളും അവിടെയുണ്ട്. അപ്പൊ പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, റാഗിങ് ഉണ്ടോന്ന്. ഇവിടെ റാഗിങ് ഇല്ല. റാഗിങ് ഇല്ല ഇവിടെ. കുറെ പേര് നമുക്ക് അഡ്മിഷൻ കിട്ടുമ്പോ ചോദിച്ചിട്ടില്ല, എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട് അവിടെ ഭയങ്കര റാഗിങ് ആയിരിക്കും. ഇവിടെ റാഗിങ് ഇല്ല. ഒരു നല്ല കമ്പനി ആയിരിക്കും. അതാണ് ഏറ്റവും സീരിയസ് ആയിട്ട് നല്ല കമ്പനിയാ. നമ്മള് ചേട്ടന്ന് പോലും വിളിക്കില്ല, അമ്മാതിരി കമ്പനിയാണ് സീനിയേഴ്സ് ഒക്കെ ആയിട്ട്. അപ്പൊ പൊളിറ്റിക്സ് ഉണ്ടോന്ന് വെച്ചാൽ പൊളിറ്റിക്സ് ഉണ്ട്, റാഗിങ് ഉണ്ടോന്ന് വെച്ചാൽ റാഗിങ് ഇല്ല. അപ്പൊ നിങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലായിരിക്കും, അതിന്റേതായ പ്രശ്നങ്ങളും അതിന്റെ ഇതും എല്ലാം ഉണ്ട്. നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ ആശയങ്ങൾ എന്താണോ അതുമായിട്ട് മുന്നോട്ട് പോവാം. ഇതൊക്കെ നിങ്ങളുടേതായ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊളിറ്റിക്സിൽ ഇറങ്ങാം, അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ +2 കഴിഞ്ഞ് നിങ്ങൾ ആദ്യമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാത്തിനും ഒരു എക്സ്പോജർ ഉണ്ടാവും. അപ്പം എന്താണ് ഇവിടെ നടക്കുന്നത്, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ, അപ്പൊ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. റൈറ്റ് ടു ചൂസ് ഈ കോളേജിലുണ്ട്. സോ ആരും നിങ്ങളെ ഫോഴ്സ് ചെയ്തിട്ട് ഇന്ന പാർട്ടി കാരണം അന്ന പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ സാധനമാണ്, നമുക്ക് അതിലൊന്നും പറയാനില്ല. യുവർ പേഴ്സണാലിറ്റി. പക്ഷെ നമ്മുടെ കോളേജിൽ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പം പൊളിറ്റിക്സ് ഉള്ളതുകൊണ്ട് ഇറ്റ്സ് നൈസ്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അടുത്ത സംഭവങ്ങളാണ് NCC, NSS, മൂട്ട്, ആർട്സ്, സ്പോർട്സ്. ആ കാര്യങ്ങളെ പറ്റിയിട്ടാണ് പിന്നീട് കുറെ പേര് ചോദിച്ചു NCC ഉണ്ടോന്ന്. നമ്മുടെ കോളേജ് NCC ഇല്ല. ഗവൺമെന്റ് ലോ കോളേജില് ട്രിവാൻഡ്രത്ത് മാത്രമാണ് NCC. അത് NCC നേവൽ ആട്ടോ. അവിടെ ഇപ്പൊ കുറച്ചായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് NCC ഉള്ളത്. ബാക്കി എല്ലാ ലോ കോളേജിലും NSS ഉണ്ട്. ഇപ്പൊ നമ്മളൊക്കെ മനസ്സ് നന്നാവട്ടെ, അതാണ് നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ NSS ഉണ്ട്, NSS ഇല്ല, NSS ഉണ്ട്, NSS ഉണ്ട്. പിന്നെ മൂട്ടുണ്ട്. മൂട്ട് കോട്ട് നമ്മുടെ കോളേജിൽ ആക്റ്റീവ് ആണ്. അതെല്ലാ ലോ കോളേജിലും ആക്റ്റീവ് ആണ്. നമ്മുടെ കോളേജിൽ എവർ റോളിംഗ് എല്ലാ വർഷവും മൂട്ട് കോട്ട് നാഷണൽ മൂട്ട് നടക്കുന്നില്ല. പക്ഷെ തൃശ്ശൂർ ഒക്കെ എല്ലാ വർഷവും നാഷണൽ മൂട്ട് നടക്കുന്ന ഒരു കോളേജാണ്. ട്രിവാൻഡ്രത്ത് നടക്കാറുണ്ട്, എറണാകുളത്ത് നടക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ കോളേജിൽ നടക്കുന്ന പരിപാടികളൊക്കെ അത്യാവശ്യം കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന പരിപാടികളൊക്കെയാണ്. നമ്മൾ രണ്ടുപേരും മൂട്ട് പോകുന്ന എസ്റ്റാബ്ലിഷ് മൂട്ടേഴ്സ് ചെയ്യുന്നു. അങ്ങനെ പറയുന്നത് ആൾക്കാർ തെറ്റിദ്ധരിക്കും. മൂട്ട് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ്. മൂട്ട് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. മൂട്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ കോടതിയിൽ വാദിക്കാൻ പോകുന്നതിന്റെ ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ, അതാണ് മൂട്ട്. മൂട്ട് പോലെ ട്രയൽ അഡ്വക്കസി അങ്ങനെ പല കോമ്പറ്റീഷൻസ് ഇവിടെ നടക്കാറുണ്ട്. മാനേജ്മെന്റ് ഫെസ്റ്റ്. അയ്യോ അത് ഞാൻ പറഞ്ഞില്ല. മാനേജ്മെന്റ് ഫെസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, BBA പഠിക്കുന്ന പിള്ളേർക്ക് മാനേജ്മെന്റ് ഫെസ്റ്റ് പങ്കെടുക്കാം. അത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കോളേജിൽ മാനേജ്മെന്റ് ഫെസ്റ്റ് പരിപാടികളൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു അക്കാഡമിക് പരിപാടികൾ നമ്മുടെ കോളേജിൽ ഓണാണ്, നന്നായി നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ടും കിട്ടും. എന്താ നമുക്ക് അതിന് എവിടേക്ക് മൂട്ട് നടക്കുന്ന അതിനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അറിയും. മൂട്ട് മാത്രമല്ല, ട്രയൽ അഡ്വക്കസി ഒരുപാട് സാധനങ്ങളുണ്ട്. ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നതിന്റെ, റെസ്യൂമെ ഉണ്ടാക്കുന്നതിന്റെ, മാനേജ്മെന്റ് ഫെസ്റ്റ്, അങ്ങനെ നമ്മൾ നോക്കുന്ന ഇഷ്ടം പോലെ കോമ്പറ്റീഷൻസ് ഇപ്പൊ ഒരുപാട് പേര് അവെയറാ. ഇപ്പൊ എല്ലാ കോളേജസും മൂട്ട് നടത്തുന്നുണ്ട്. എല്ലാരും ഭയങ്കര ഇൻട്രസ്റ്റ് മൂട്ടിന് പോകണം. അങ്ങനെ GLC പിള്ളേരാണ് കുറെ മൂട്ടൊക്കെ അടിക്കണേ. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതല്ല, പ്രൈവറ്റ് പിള്ളേർ അടിക്കണം. പക്ഷെ ആ ഒരു മൂട്ട് കൾച്ചർ പണ്ടത്തേക്ക് വെച്ച് നോക്കുമ്പോ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം എങ്ങനെ മൂട്ടുണ്ടല്ലേ, അപ്പൊ അതിന് പങ്കെടുക്കണം. എല്ലാവർക്കും അറിയാം. പിന്നെ മൂട്ടൊക്കെ ചെയ്യുന്നത് നല്ല കേട്ടോ. നിങ്ങളുടെ കോളേജിൽ പഠിക്കുമ്പോ വരുമ്പോഴേ ഇവിടെ ഫ്രഷേഴ്സ് മൂട്ടൊക്കെ നമ്മുടെ കോളേജിൽ വരുമ്പോ ഈ വീഡിയോ കാണുന്നവര് GLC കോഴിക്കോടിൽ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കോളേജിൽ ഫസ്റ്റ് ഇയർ ഫ്രഷേഴ്സ് മൂട്ട് കോട്ട് നടക്കുന്നുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ അതിന് പങ്കെടുക്കണം. ഞാൻ അതിന് പങ്കെടുത്തിട്ടാണ് മൂട്ട് മനസ്സിലാക്കിയത്. ഞാനതിന് പങ്കെടുത്തിട്ടാണ് മൂട്ട് മനസ്സിലാക്കിയത്. അതെന്തായാലും പങ്കെടുക്കണം. ഇത് ഞങ്ങളുടെ ടിപ്പാണ്, സൂക്ഷിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. അത് നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് കറക്റ്റ് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്തൊക്കെ സാധനങ്ങളാണ്, എങ്ങനെയാണ്. അങ്ങനെ ഇവിടെ വരുന്ന കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും വെറുതെ കോളേജ് തന്നെ ഉള്ളതിൽ പങ്കെടുക്കാം. അപ്പൊ പുറത്ത് പോകുമ്പോ നിങ്ങൾക്കൊരു ഓക്കെ അങ്ങനെ ഒരു സാധനം കിട്ടും, ഒരു പ്രത്യേക കോൺഫിഡൻസ് കിട്ടും. ടിപ്പ് നമ്പർ 2 ആണ്. ഫസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ നമുക്കത് പറയാം. ഫസ്റ്റ് ഇയർ ആകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം. വെയിറ്റ് ചെയ്യും, പറയാം നമുക്ക്. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ സ്പോർട്സ്, ആർട്സ് അതൊക്കെ ഉണ്ടോന്ന്. ബ്രോ ദിസ് ഇസ് എ കോളേജ്, എല്ലാം ഉണ്ട്, പേടിക്കണ്ട, കയറി എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാം ഉണ്ട്, അത്യാവശ്യം
ആർട്സ് സ്പോർട്സ് അല്ലാത്ത സാധനം ഇപ്പൊ റെട്രോ ഡേ, ഓണം, വ്ളോഗുണ്ട് കണ്ടോ. ഓണം, ക്രിസ്മസ്, അതുപോലെ തന്നെ അങ്ങനെ പല നൈറ്റ്സ്, പല സംഭവങ്ങളും നമ്മൾ ഇതുപോലെ നമ്മുടെ കോളേജിലാണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ കോളേജിൽ കുറെ പരിപാടി, അപ്പൊ ഇത് GLC-ക്കത്തെ പരിപാടിയാണ്. GLC കോളേജുകളിൽ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. എറണാകുളത്തും ഒക്കെ പരിപാടികൾ, നല്ല പരിപാടികൾ എല്ലാ GLC-ലും നടക്കും. അപ്പം ആ കോളേജിന്റെ ഡിഫറെന്റ് സാധനങ്ങൾ നമ്മുടെ കോളേജ് ലൈഫിൽ നടക്കും. അങ്ങനത്തെ പരിപാടികൾ അക്കാഡമിക്, വാലന്റൈൻസ് ഡേ എല്ലാം നിങ്ങൾക്ക് എന്ത് വേണോ എല്ലാം ഇവിടെ അവൈലബിൾ അത്യാവശ്യം നല്ലോണം. അത് നമ്മള് ഗവൺമെന്റ് കോളേജിൽ നമുക്കൊരു ഫണ്ടിനൊക്കെ ഒരു ലിമിറ്റ് വെച്ചിട്ട് നമ്മള് നല്ല സൂപ്പർ ആയിട്ട് എല്ലാ പരിപാടികളും നടത്താറുണ്ട്. അങ്ങനെ അതൊക്കെ ആ ഒരു ലൈഫ് ശരിക്കും GLC-ലുണ്ട്, ആ ഒരു കോളേജ് ലൈഫ്. പിന്നെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ, നിങ്ങൾ അതിൽ എൻജോയ് ചെയ്താൽ നിങ്ങൾക്ക് രസമുണ്ടാവും. അത്രേ ഉള്ളൂ. എല്ലാരും പങ്കെടുക്കണമെന്നില്ല, ചിലർക്ക് അത് ഇഷ്ടമാണെന്നില്ല. ഇഷ്ടമാവുന്നവർക്ക് അപ്പൊ അങ്ങനത്തെ ഒരു മൂഡ് കൾച്ചറും ലോ കോളേജ് ലൈഫും അതൊക്കെ ഉണ്ട്. GLC-ൽ അത് ശരിക്കും ഉണ്ട്. നമുക്ക് വലിയ പ്രഷറോ മാനേജ്മെന്റ് പ്രഷറോ ഒന്നും ഇല്ല. പിള്ളേര് പരിപാടികളെല്ലാം നടത്തി ഓൺ അത് അടിപൊളിയാണ്. പിന്നെയുള്ളൊരു സംഭവമാണ്, എവിടെയാണ് ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട് ഉള്ളത്? കോഴിക്കോടിന്റെ ടൗണിലാണോ, അവിടുന്ന് മാറിയിട്ടാണോ, ബീച്ചിന്റെ അടുത്താണോ, മിഠായി തെരുവിന്റെ അടുത്താണോ? കുറെ ഡൗട്ട്സ് ഉണ്ട്. നമ്മൾ ടൗണിൽ നിന്ന് വളരെയധികം മാറിയിട്ടാണ്, കുറച്ചധികം മാറിയിട്ടാണ്. വയനാട് പോകുന്ന റൂട്ടാണ്. എന്താ പ്രൈവറ്റ് ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഹാഫ് ആൻ അവർ നമ്മൾ എടുക്കും. അവിടെ ബ്ലോക്കിൽ പെട്ട അവിടെ എത്താൻ ഒരു ഹാഫ് ആൻ അവർ. ടൗണിൽ നിന്ന് കേട്ടോ, ബീച്ചിന്റെ അവിടെ നിന്നൊക്കെ ഒരു അരമണിക്കൂർ മാറിയിട്ടാണ്. സ്ഥലത്തിന്റെ പേര് വെള്ളിമാട് എന്നാണ്. വയനാട് പോകുന്ന റൂട്ടാണ്. നിങ്ങൾ അഡ്രസ് ഒക്കെ അടിച്ചു കൊടുത്താൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ അതാണ് നമ്മുടെ പ്ലേസ്. അപ്പൊ അതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിക്ട് കോർട്ടായിട്ട് ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് ആ ഒരു എക്സ്പോഷർ നമുക്ക് സത്യം പറഞ്ഞാൽ കുറവാണ്. നമ്മള് വക്കീലന്മാരുടെ വണ്ടികളോ ബോർഡുകളോ അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ കോളേജിന്റെ പരിസരത്ത് നമ്മൾ കാണുന്നില്ല. അതേസമയം തൃശ്ശൂരൊക്കെ ആണെങ്കിൽ തൃശ്ശൂർ കോളേജിന്റെ തൊട്ടടുത്താണ് ആ ഡിസ്ട്രിക്ട് കോർട്ട്. അപ്പൊ ആ ഒരു എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടും, വക്കീലന്മാരെ കാണലും അങ്ങനെയൊക്കെ. ഇനി എറണാകുളത്താണെങ്കിൽ അവിടെ തൊട്ടടുത്ത് ഡിസ്ട്രിക്ട് കോടതി ഉണ്ട്, ഹൈക്കോടതി ഉണ്ട്. അവിടെ ഒടുക്കത്തെ എക്സ്പോഷറാണ്. കുറെ പേര് കോളേജ് കഴിഞ്ഞിട്ടൊക്കെ വക്കീലന്മാരുടെ ഓഫീസിൽ പോകാറുണ്ട്. ഇനി ട്രിവാൻഡ്രത്ത് എന്ന് പറഞ്ഞാലും അടുത്തല്ല എന്നാണ് എന്റെ ഒരു നിഗമനം. അതൊന്നും നിങ്ങളൊന്ന് അവിടെ ബാർട്ടൺ ഹില്ലാണ് ട്രിവാൻഡ്രം ലോ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യത്തിൽ ഇടയ്ക്ക് എനിക്ക് തോന്നും അടുത്തായിരുന്നെങ്കിൽ എന്ന് തോന്നും. പക്ഷെ ചിലപ്പോ തോന്നും ഇത്രയും ദൂരം ആയതുകൊണ്ട് ഒരു നമുക്ക് ഈ സ്പേസ് നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് ആണ്. പിന്നെ എല്ലാവരും ചോദിക്കും നമ്മുടെ കോളേജ് വലുതാണോ ഒക്കെ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ കോളേജ് ആണ് ആക്ച്വലി വലുത്. 7 ഏക്കർ എന്തോ ഉണ്ട്. നമ്മുടെ കോളേജിന്റെ ഉള്ളിലാണ് മെൻസ് ഹോസ്റ്റലും വുമൻസ് ഹോസ്റ്റലും ഒക്കെ ഉള്ളത്. ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. അത് പറഞ്ഞപ്പോഴാ GLC-ക്ക് ടൂർ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പോയാ ഈ പൊളിറ്റിക്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. നമ്മുടെ കോളേജിലെ ഇലക്ഷൻ വരുമ്പോ എങ്ങനെയൊക്കെയാണെന്ന് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ കാണാം. എങ്ങനെയാ നിങ്ങൾക്ക് അറിയാലോ. കാണാം. അപ്പം നമ്മുടെ കോളേജ് ആക്ച്വലി വലുതാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കണ്ടുതന്നെ ഇതാണ് വലുതെന്ന് തോന്നും. അപ്പൊ അത്രയും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത്. ആർട്സ് കോളേജ്, ഡിഗ്രി കോളേജസ് പോലെയല്ല. നമ്മൾ കുറച്ച് കൗണ്ട് കുറവായിരിക്കും, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ ഗവൺമെന്റ് കോളേജ് ആണ്. അപ്പൊ അതിന്റേതായ പരിമിതികൾ നമുക്ക് ഉണ്ട്. നിങ്ങൾ ഒരിക്കലും വലിയ കോളേജ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. എല്ലാ ഗവൺമെന്റ് ലോ കോളേജും ചെറു തന്നെയാണ്. ഡിഫറെന്റ് ഷേപ്പിലൊക്കെയാണ് ഓരോ കോളേജ് നിൽക്കുന്നത്. ട്രിവാൻഡ്രം ആണ് ഇപ്പൊ കാണുമ്പോൾ കുറച്ച് വലുതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ശരിക്കും ഏക്കർ വൈസ് നമ്മുടെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഹോസ്റ്റലൊക്കെ നമ്മുടെ കോളേജിലാണ്. അപ്പം എല്ലാ കോളേജും ഭയങ്കര വലുതൊന്നല്ല. പക്ഷെ പിന്നെ പ്രൈവറ്റ് എല്ലാം അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. നമുക്ക് നമ്മുടെ അവിടെ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ അത്ര എക്സ്പെക്ട് ചെയ്തൊന്നും വരരുത്. വലിയ കോളേജ് ആയിരിക്കും, അതുണ്ടാവും ഇതുണ്ടാവും അങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. ചെറുതാണ് പക്ഷെ നമ്മുടെ നമ്മുടേതായ ഒരു സാധനങ്ങൾ കൂടെ തോന്നും കുറച്ച് നാളുകളായിട്ട് നിൽക്കുമ്പോൾ. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ പ്ലേസും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കൊച്ചിയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ പാർട്ട് ടൈം കിട്ടാൻ എളുപ്പമാണ്. ട്രിവാൻഡ്രത്താണെങ്കിലും, ട്രിവാൻഡ്രത്തും കോഴിക്കോട് പറഞ്ഞതെന്ന് വെച്ചാൽ കോഴിക്കോട് KLF നടക്കുന്നുണ്ട്, ട്രിവാൻഡ്രത്ത് MF, അങ്ങനെ കുറെ ഇവന്റ്സ് നടക്കും, പബ്ലിക് ഇവന്റ്സ്. അത് കുറെ നടക്കും. നമുക്ക് വോളണ്ടിയേഴ്സ് ആയിട്ട് പോകാം. തൃശ്ശൂരാണെങ്കിൽ നല്ല കണക്ഷൻ. തൃശ്ശൂർ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാല് തൃശ്ശൂർ ഡിസ്ട്രിക്ട് കോടതിയുടെ DLS തൃശ്ശൂർ കോളേജായിട്ട് ടൈപ്പ് ആണ്. അപ്പൊ അവിടുത്തെ ഡിസ്ട്രിക്ട് കോർട്ടിലൊക്കെ നടക്കുന്ന എല്ലാ അദാലത്തൊക്കെ ലോ കോളേജ് പിള്ളേരെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പോഷർ ഗവൺമെന്റ് ലോ കോളേജ് എക്സ്പോഷർ നല്ലപോലെ കിട്ടും. പ്രൈവറ്റ് കോളേജിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ട്. സോ അതാണ് പ്ലേസ്, സ്ഥിതി, അങ്ങനത്തെ ഒക്കെ പറയുന്നുള്ളത്. പിന്നെ നമുക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് GLC വേഴ്സസ് പ്രൈവറ്റ് ലോ കോളേജ്. ഏത് വേണം ചൂസ് ചെയ്യാൻ? ഇപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞത് കേട്ടിട്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ഏരിയ വന്നിട്ടുണ്ടാവും ഏതായിരിക്കും നിങ്ങൾക്ക് പറ്റുന്നതെന്ന്. അത് നിങ്ങൾ ചൂസ് ചെയ്യണം. ഇത് ഇൻഫ്രാസ്ട്രക്ചറിൽ GLCs കുറവാണ്, ലൈക്ക് കുറച്ച് ബാഡാണ്. പക്ഷെ പ്രൈവറ്റ് കോളേജസ് അടിപൊളിയാണ്. അപ്പൊ അതേസമയം ഫീസ് നോക്കുമ്പോഴോ പ്രൈവറ്റിൽ കൂടുതലാണ്, നമുക്ക് കുറവാണ്.
പിന്നെ പൊളിറ്റിക്സ് ഒക്കെ ഇഷ്ടമുള്ള കുട്ടിയാണെങ്കിൽ ഗവൺമെന്റ് വരണം. എക്സ്പോഷറും നമുക്ക് ആ ഒരു എക്സ്പോഷർ പരിപാടികളൊക്കെ വേണമെങ്കിൽ ഗവൺമെന്റ് വരാം. ഇപ്പൊ ഞാൻ കുറെ കേട്ടിട്ടുണ്ട് പ്രൈവറ്റ് കോളേജ് കൂടുതലും ഒരു സ്കൂൾ പോലത്തെ സെറ്റപ്പ് ആണെന്ന് കേട്ടിട്ടുണ്ട്. കാരണം കുറച്ച് സ്ട്രിക്റ്റ് ആണ്, മാനേജ്മെന്റിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കുട്ടികൾ ഫ്രണ്ട്സ് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു നമ്മുടെ അവിടെ നമ്മൾ തന്നെ പരിപാടിയും കാണുന്നത് ടീച്ചേഴ്സ് ഉണ്ട്, മാനേജ്മെന്റ് നടത്തുമ്പോ അതിന്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. അത് വരും, ഇത് വരും, പൈസ വരും, അങ്ങനെ ഇങ്ങനെ പ്രശ്നം. നമ്മളാണ് ഇവിടെ എന്ത് പരിപാടി നടത്തണം, എങ്ങനെ നടത്തണം, അതിന്റേതായ എല്ലാ ഫ്രീഡം നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ അങ്ങനത്തെ കുറെ, പിന്നെ അലുമിനീസിന്റെ കാര്യം പറയുന്നത് നമ്മുടെ കോളേജിലൊക്കെ അലുമിനീസ് ഉണ്ട്. അപ്പൊ ഒരു പരിപാടി നമുക്ക് കുറെ വലിയ വലിയ ആൾക്കാരായിട്ട് കണക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ ഈ കോളേജിലാണ് പഠിച്ചത് എന്നൊക്കെ പറയുമ്പോ ഒരു മനസ്സിലായി മമ്മൂട്ടി പഠിച്ച കോളേജാണ് എറണാകുളം ലോ കോളേജ്, അങ്ങനത്തെ ഒക്കെ. പക്ഷെ അതിലൊന്നും ഇപ്പൊ കാര്യമില്ല. അതായത് ഇപ്പൊ എല്ലാ പ്രൈവറ്റ് കോളേജുകളും വർഷങ്ങളായി അവിടെ നിന്നും ജഡ്ജിമാരൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടത് ഏതാന്ന് വെച്ചാൽ അത് എടുക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പഠിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പോഷർ വേണമെങ്കിൽ പ്രൈവറ്റ് എടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ പാർട്ട് ടൈം പോകണം, അല്ലെങ്കിൽ പഠിക്കണം, പാർട്ട് ടൈം ആർട്സ്, സ്പോർട്സ് എല്ലാം. ഒരു മൾട്ടി ടാസ്കറിന് പറ്റുന്നത് ഒരു പക്ഷേ ഒരു ഗവൺമെന്റ് ലോ കോളേജ് ആയിരിക്കും. എനിക്ക് ആ സമയത്ത് ഐ ജസ്റ്റ് വോണ്ട് ടു സേ അബൌട്ട് കേരള ലോ അക്കാഡമി. കേരളത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഫസ്റ്റത്തെ പ്രൈവറ്റ് ലോ കോളേജ് ആണ്. കുറെ പേര് ചോദിക്കാണ്ട് ലോ അക്കാഡമിനെ പറ്റിയിട്ട്. ലോ അക്കാഡമിക്ക് പ്രൈവറ്റ് ആയിട്ട് വേറെ KLA എന്ന് പറഞ്ഞ എൻട്രൻസ് എക്സാം ആണ് അവർ വരുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ലോ കോളേജിന്റെ വൈബുള്ള ഒരു കോളേജാണ് കേരള ലോ അക്കാഡമി. അത് പ്രൈവറ്റ് ആണെങ്കിലും അവിടുത്തെ കുട്ടികൾ പറയാറുണ്ട് ഇതുപോലത്തെ ഒരു ക്ലാസ് ടൈമിംഗ് കിട്ടും, ചെറിയ, പിന്നെ എല്ലാത്തിലേക്കും ആക്സസിബിൾ ആണ്. ഇപ്പൊ ലോ അക്കാഡമി ഒരു കൈൻഡ് ഓഫ് ഒരു ഗവൺമെന്റ് കോളേജ് പോലെയാണ്. പക്ഷെ ലോ അക്കാഡമി ലോ അക്കാഡമി ആൻഡ് ഗവൺമെന്റ് കോളേജ് ഇസ് ഗവൺമെന്റ് കോളേജ്. പിന്നെ GLC ടാഗ് അത് ഭയങ്കര നമ്മൾ പഠിക്കുന്ന സമയത്ത് ഗവൺമെന്റ് ലോ കോളേജിലെ കുട്ടിയാന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു ഒരു എന്താണ് പ്രിവിലേജ് ആണ്. ഗവൺമെന്റ് ലോ കോളേജിലാണ് പഠിക്കുന്നത്, കിട്ടും, അത് കിട്ടും, ഇതൊരു സത്യമാണ്. പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോ വക്കീലാവുമ്പോ അതിന് വലിയ കാര്യമില്ല. ഞാൻ ഗവൺമെന്റ് ലോ കോളേജിലാന്ന് പറഞ്ഞ കോടതി കയറിയിട്ട് കാര്യമില്ല, അക്സെപ്റ്റ് ചെയ്യും. അത് കോടതി മാത്രമല്ല കേട്ടോ, അതും കൂടി പറയാം. അതായത് അത് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. വക്കീലാണെങ്കിൽ എല്ലാവരും പഠിച്ച വക്കീല് മാത്രമാണോ ആവുന്നേ? ആണോ? അല്ല, കൊറേ ഉണ്ട്. ഇതിപ്പോ എല്ലാരും പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ മടുത്തുണ്ടാവും. കൊറേ ഉണ്ട് അതില്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. കാരണം കുറെ ഓപ്ഷൻസ് ഉണ്ട് വക്കീൽ LLB പഠിച്ചു കഴിഞ്ഞാലുള്ള പരിപാടികൾ. അപ്പൊ GLC വേഴ്സസ് പ്രൈവറ്റ് കോളേജ് എന്ന് പറയുമ്പോ GLCക്ക് GLCയുടേതായ ഒരു സ്വഭാവം, പ്രൈവറ്റിന്റേതായ സ്വഭാവം. അപ്പൊ നിങ്ങളുടെ സ്വഭാവം ഏതാന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, എങ്ങനെയുണ്ട് ശരിക്കും GLC ലൈഫ്? എങ്ങനെയുണ്ട് ഗവൺമെന്റ് ലോ കോളേജ് ലൈഫ്? പേഴ്സണൽ ആയിട്ട് ഒരു എക്സ്പീരിയൻസ് പറയാം, അതായിരിക്കും കുറച്ചുകൂടി റിലേറ്റബിൾ ആകുന്നത്. എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കോളേജിൽ പോകാൻ പറ്റുന്നുണ്ട്. കോളേജ് ലൈഫ് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ LLB ആണ് പഠിക്കുന്നത്, ഗവൺമെന്റ് കോളേജിലാണ് പഠിക്കുന്നത്. അതിൻ്റെതായ പ്രിവിലേജസ് എനിക്കുണ്ട്. പിന്നെ ലോ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ പഠിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞില്ല. ആ ഗ്രാഫ് സത്യം പറഞ്ഞാൽ കുറയും. അതും കൂടി ഞാൻ പറയാം. നന്നായി പഠിച്ചു വരുന്ന മിക്കവരും ഇവിടെ എത്തുമ്പോൾ ഗ്രാഫ് കുറയും, പക്ഷെ എക്സാമിനൊക്കെ നമ്മൾ പാസ്സാവും. അതൊന്നും പഠിക്കാം. എക്സാം പഠിക്കാനൊന്നും അവിടെ അത്ര പാടൊന്നുമില്ല. ഇവിടെ വരുമ്പോൾ കൊറേയൊക്കെ ഞങ്ങൾ പറയണില്ല, അതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. നമുക്കൊന്നും ആരും പറയാനൊന്നും ഉണ്ടായില്ല, അപ്പൊ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ പഠിക്കാനൊന്നും അത്ര പാടുന്നില്ല. അപ്പൊ നമ്മൾ ജയിക്കും. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ്, നമ്മൾ ഹാപ്പിയാണ്. ലോ കോളേജ് ലൈഫ് ഓക്കെയാണ്. ചില സമയങ്ങളിൽ ബാഡായിട്ട് തോന്നാം, ഇറ്റ്സ് ലൈക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം എനിക്ക് കോളേജ് ലൈഫ് ഓക്കെയാണ്. ഓക്കെ ഉണ്ട്. ഇനി ഫ്രെഡിനൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആർട്സ് കോളേജിന് ഇത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് രണ്ടും ഡിഫറെന്റാ. പക്ഷെ നിങ്ങൾക്ക് എല്ലാത്തിനും, ഇപ്പൊ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് എല്ലാത്തിനും ഇവിടെ എല്ലാത്തിനുള്ള എക്സ്പോഷർ ഉണ്ട്, എല്ലാത്തിനും നിങ്ങൾക്ക് കിട്ടും. ഓരോരുത്തർക്കും ഇപ്പൊ ഷാലിനെ പോലെ ആയിരിക്കില്ല എനിക്ക് ഞങ്ങളെ പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക്. ചിലപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, ചിലപ്പോ നല്ല ഇഷ്ടപ്പെടുന്നുണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ ക്യാരക്ടറും. ഈ കോളേജിൽ വന്നിട്ട് ഓരോരുത്തരുടെ കോളേജ് ഓരോന്ന് പറയും, അത്ര ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ പിന്നെ നിങ്ങക്ക് കിട്ടുന്ന ഇപ്പൊ എന്താ പറയാ, നിങ്ങക്ക് കിട്ടുന്ന ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കിട്ടുന്ന അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. സാധാരണ കോളേജിൽ പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണോ അതേപോലത്തെ സാധനങ്ങൾ. ഇപ്പൊ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരുപാട് എക്സ്പെക്ട് ചെയ്തൊന്നും വരരുത്. അത് ഡിഗ്രി കോളേജ് പോലെ ആയിരിക്കും ലോ കോളേജ് വിചാരിച്ച് വരണ്ട. ഇത് പ്രൊഫഷണൽ കോളേജ് ആണ്. എന്താ പറയാ, അങ്ങനെ കുറെ സാധനം. ഇപ്പം അവിടെ ലഞ്ച് ടൈം ഉണ്ട്, നമുക്ക് ബ്രേക്ക് ഉണ്ട്, അങ്ങനത്തെ. അപ്പൊ കുറച്ചുകൂടെ ആൾക്കാരുടെ കണക്ഷൻ അങ്ങനത്തെ ചിലപ്പോ ഇവിടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ലഞ്ച് ബ്രേക്ക് ഒന്നും ഇല്ല. കണ്ട ആൾക്കാർ തന്നെ ആയിരിക്കും എപ്പോഴും. മീൻസ് ഒരു കുറച്ച് പേരുണ്ടാവും എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള, ആ ആക്റ്റീവ് ആയിട്ടുള്ള ഫേസസ് ആയിരിക്കും നിങ്ങൾ എപ്പോഴും കാണുക. ഒട്ടും കാണാത്ത മുഖങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. സത്യം ഈ കോളേജിൽ കാണാത്ത ഒരുപാട് ഇന്റേൺഷിപ്പിനൊക്കെ പോകുമ്പോ അങ്ങനെ പലരും ലോ കോളേജാണോ, അങ്ങനെ ഒരു ഡിഫറെന്റ് ലൈഫാണ് ഇവിടെ. ഇപ്പൊ 3 ഇയർ പഠിച്ച ഒരാൾക്ക് സത്യം പറഞ്ഞ ഒരു ഡിഗ്രി കോളേജ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും.
ലൈക്ക് ഡിഗ്രി കോളേജ് പോലെ അല്ല ഇവിടെ. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രൊഫഷണൽ കോളേജിൽ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും അത്രയും പ്രഷർ ഒന്നും നമുക്കില്ല. പ്രൊഫഷണൽ കോളേജ് വെച്ച് നോക്കുമ്പോൾ ലൈറ്റ് ആണ് നമ്മള് ഭയങ്കര ലൈറ്റ് സ്ട്രെസ് ഫ്രീ ആണ്, നമുക്ക് നമ്മുടേതായ കാര്യം പിന്നെ ചെയ്യാം. നിങ്ങളിപ്പോ ഒരു സ്ട്രിക്ട് ഡിഗ്രി കോളേജ് ഒക്കെ പഠിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് കിട്ടും. ആ ഒരു ഫ്രീഡം, ആ ഒരു ചൂസ് ചെയ്യാനുള്ളത്, എക്സ്പോഷർ, അതൊക്കെ ഇവിടെ കിട്ടും. അപ്പൊ കൊറേ ചില സമയത്ത് Up to you. 3 ഇയർ പറയാറുണ്ട്, ഓ നമ്മുടെ ഡിഗ്രി കോളേജ് ആയിരുന്നു നല്ലത്, അതായിരുന്നു ലൈഫ് എന്നൊക്കെ പറയാറുണ്ട്. ഇതൊന്നും അല്ല, കോളേജ് ഒന്നും അല്ല. പക്ഷെ എനിക്ക് അങ്ങനെ നമുക്ക് ഒന്നിനും മീൻസ് അത് വേറൊരു ഇത് വേറെ തന്നെ ഒരു സാധനം. ഇതൊരു പ്രൊഫഷണൽ കോളേജാണ്. പ്രൊഫഷണൽ കോളേജിന് രീതി നോക്കുമ്പോ ഇതിന് ഫ്രീഡം ഉണ്ട്, ഇത് രസമാണ്. മറ്റത് വേറൊരു നിങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്തു അവിടെ ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് അങ്ങനെ ആയിരിക്കില്ല. ഓരോ സ്ഥലവും ഓരോ, പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കിട്ടുന്ന ഇത്, അതൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ഇവിടുത്തെ മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് അങ്ങനെ ഡിഫറെന്റ് ആകും. ഞാനൊക്കെ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ GLC-നെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഐ വിൽ സേ ദർ ഇസ് നോ വൺ ടു സേ നോ ഇൻ ദിസ് കോളേജ്. ലൈക്ക് നിങ്ങളുടെ അടുത്ത് ഇത് ചെയ്യരുത് എന്ന് പറയാൻ ആരുമില്ല. അതിൽ നിങ്ങൾക്ക് 2 സെൻസിലെടുക്കാം. നിങ്ങളൊരു തെറ്റായ കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല. നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ എടാ നിങ്ങളത് ചെയ്യല്ലേ എന്ന് പറയാൻ ദേഷ്യപ്പെടാൻ ആരുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യം ചെയ്യാം. അത്ര അതാണ് ഞാൻ പറയുന്നത്. ഒരു എന്റെ ഫോർമുല അതാണ്. സോ അതൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്, അതൊക്കെയാണ് നിങ്ങളുടെ വൈബെങ്കിൽ എക്സ്പ്ലോർ. വെൽക്കം ടു GLC. സോ ഞങ്ങളുടെ ഇത്ര നേരത്തെ എന്താണ് ബ്ലാ 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 നിങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. നമ്മൾ മാക്സിമം കവർ ചെയ്തെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇതൊരു പോഡ്കാസ്റ്റ് പോലെ ആയി നമുക്ക് തോന്നുന്നുണ്ട്. കുറെ നമ്മൾ സംസാരിച്ചു, ബട്ട് വി എൻജോയ്. കുറെയൊക്കെ നമ്മള് സത്യം പറഞ്ഞ നമ്മള് കുറെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വന്നേ, തുടക്കത്തിലൊക്കെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വന്ന് ഒന്നും നടന്നേ, നമ്മള് ഉള്ളി പറഞ്ഞതാ. അപ്പൊ അപ്പൊ നമ്മുടെ പേഴ്സണൽ സാധനമാണിത്. നിങ്ങൾക്ക് മേ ബി റിലേറ്റബിൾ ആയിരിക്കും. ഇത് വെച്ച് മാത്രം നിങ്ങൾ കോളേജ് ഡിസൈഡ് ചെയ്യരുത്. പിന്നെ ഒരു അഡീഷണൽ പോയിന്റ് പറയാനുണ്ട്. ലൈക്ക് ഞാനൊക്കെ യൂസ് ചെയ്ത ടിപ്പാണ്, നിങ്ങൾ ഗവൺമെന്റ് ലോ കോളേജ് ആണ് നോക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ 4 ഗവൺമെന്റ് ലോ കോളേജ് തന്നെ കൊടുക്കുക, പ്രൈവറ്റിൽ കൊടുക്കാൻ നിൽക്കണ്ട. പ്രയോറിറ്റി അനുസരിച്ച് അത് കൊടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ പ്രൈവറ്റും 4 ഗവൺമെന്റ് കൊടുത്താൽ നിങ്ങളുടെ പ്രൈവറ്റ് ആയിരിക്കും ആദ്യം വരാം. 4 അലോട്ട്മെന്റിൽ കട്ടായി പോകും. ഇപ്പൊ ഫ്രെഡിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റിലാണ് കോഴിക്കോട് ലോ കോളേജ് കയറുന്നത്. ഫ്രെഡിന്റെ റാങ്ക് എത്രയായിരുന്നു? 227. ഞാൻ 319 ആയിരുന്നു, ജനറൽ റാങ്ക് ആയിരുന്നു. ഫ്രെഡിനും ജനറൽ റാങ്ക് ആയിരുന്നു. ഞാൻ സെക്കൻഡ് അലോട്ട്മെന്റിലാണ് കയറിയത്. അപ്പൊ അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യാ. നിങ്ങൾക്ക് കിട്ടാനുള്ളതാണെങ്കിൽ ലോ കോളേജ് നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ കോഴിക്കോട് ലോ കോളേജ് വരുമ്പോൾ ഞങ്ങളെ വന്ന് കാണണം. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നതെന്നൊക്കെ പറയണം. പേര് നോടി പറഞ്ഞോളൂ. ഹായ്, ദിസ് ഈസ് ഫ്രെഡീന. ഹായ്, മൈ നെയിം ഈസ് ഷാലിൻ. ഹായ്, മൈ നെയിം ഈസ് ഷാലിൻ. സോ അപ്പൊ അത്രയൊക്കെ ഇനിയുള്ള വീഡിയോ നിങ്ങൾ ചാനലൊന്ന് കാണാം. ചാനലിൽ കുറെ നമ്മള് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ലോ കോളേജുകളുടെ കുറെ ചെയ്തിട്ടുണ്ട്. സമയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ. കം ടു GLC ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.